നമസ്കാരം. കേരളം ഒരു ദുരന്തമുഖത്താണ്. ആ ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൽ കേരളം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിനിടയിൽ ചില അപവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരം അപവാദങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട മോഹൻലാലിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദം. ആർപി, ഈ ആദ്യമായിട്ട് മോഹൻലാൽ എന്തുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? കാരണം ഈ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ മോഹൻലാലിനെ എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ടാർഗറ്റ് ചെയ്യുന്നത്? കാര്യം വളരെ വ്യക്തമല്ലേ. മോഹൻലാലിൻ്റെ പേരും, മോഹൻലാൽ ജനിച്ച മതം, ജനിച്ച ജാതി, മോഹൻലാൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ വിശ്വശാന്തി ഫൗണ്ടേഷനാണ് മോഹൻലാലിൻ്റെ. യഥാർത്ഥത്തിൽ വിശ്വനാഥൻ നായരും അദ്ദേഹത്തിൻ്റെ അമ്മ ശാന്ത എന്നാണെന്ന് തോന്നുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പേര് ചേർത്താണ് വിശ്വശാന്തി ഉണ്ടാക്കിയത്. പക്ഷേ ഈ പേര്, മോഹൻലാലിൻ്റെ കുലം, ഇതൊക്കെ വലിയ അസഹിഷ്ണുതയുണ്ടാക്കുന്ന ഘടകങ്ങളായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു. ഇപ്പം മമ്മൂട്ടിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും മതത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തിക്കെതിരെയോ ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നില്ല. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ചൂരൽമലയിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ വയനാട്ടിൽ ദുരന്തമുഖത്ത് മോഹൻലാൽ എത്തിയതൊന്നും അല്ല വിഷയം. അതിപ്പം മോഹൻലാൽ അവിടെ എത്തിയില്ലെങ്കിലും മറ്റൊരു വിഷയം കിട്ടിയ മോഹൻലാലിനെതിരെ ഭീകരമായ സൈബർ വെട്ടുക്കിളി ആക്രമണം ഉണ്ടാകും. ഇതിലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോഹൻലാലിനെതിരെ നിരന്തരം ഇത്തരം ആക്രമണം ഉണ്ടായിട്ടും ആ മനുഷ്യൻ ഇതുവരെ ഒരക്ഷരം അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേരുടെ ജോലി ചെയ്ത് മുമ്പോട്ട് പോകുന്നു, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നു, അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഇതുവരെ ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചില്ല. പക്ഷേ ഇന്നലെ ഞാൻ ഞെട്ടിപ്പോയി കുമാറെ, ഈ മോഹൻലാലിനെതിരെയുള്ള വിഷം തുപ്പൽ. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, കേരളം ഇതുപോലെ വളരെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. 500 മനുഷ്യരാണ്. ഇപ്പോൾ ഔദ്യോഗിക കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്കും എനിക്കും അറിയാം, ഒരു 500 എത്തി നിൽക്കും ഈ മരണസംഖ്യ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്, ഔദ്യോഗികമായിട്ട് തന്നെ. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ദുരന്തമുഖത്ത് കേരളം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ വിഷം തുപ്പാൻ തോന്നുന്നത്? എങ്ങനെ വിഷം തുപ്പാൻ തോന്നുന്നു? മനുഷ്യനെ ഇത് മാത്രമല്ല, മോഹൻലാലിനെ പറഞ്ഞ പറച്ചിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലതൊക്കെ എടുത്തു നോക്കിയപ്പം ഈ പോസ്റ്റ് ഇട്ട ആൾക്കാരൊക്കെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇമാതിരി ചീത്ത വിളി ഒരു വ്യക്തിക്കെതിരെ. അയാൾ എന്ത് ചെയ്തിട്ടാണ്? അയാൾ രാഷ്ട്രീയം പറയാറില്ല. അയാൾ ഒരാൾക്കെതിരെ വളരെ മോശമായ പദപ്രയോഗം നടത്തുന്ന ആളല്ല. ഒരു വിവാദത്തിലും പെടാതെ സ്വന്തം തടി രക്ഷിച്ചു പോകുന്ന ആളാണ്. പുള്ളി വളരെ കെയർഫുള്ളാണ്. അതെ അല്ലേ? അതെ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചായ്വോ അങ്ങനെയൊന്നും പക്ഷപാതമൊന്നുമില്ല. പക്ഷെ അയാള് ജനിച്ചത് ഹിന്ദുവായിട്ടാണ്. അത് നമ്മൾ പറയുന്നതിന് ഒരു വിഷമവും ഇല്ല. നമ്മൾ പറയുന്ന അല്ല വർഗീയത. അയാൾ ജനിച്ച ഹിന്ദുവാണ്, അയാൾ നായരാണ്, നായർ കുലം, ഹിന്ദു എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ നായർ വിഭാഗത്തിൽ ജനിച്ച ആളാണ്. എനിക്ക് നായരാണ് എന്നുള്ളത് കൊണ്ടൊരു പ്രത്യേക അഭിമാനമൊന്നുമില്ല. ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. എനിക്ക് ഹിന്ദുവാണ്, എൻ്റെ ഹെറിറ്റേജിനെ കുറിച്ച് എനിക്ക് വലിയ അഭിമാനമുണ്ട് താനും. അത് വേറൊരു കാര്യം. പക്ഷേ ഈ നായർ അധീശത്വം സിനിമയിലുണ്ട് എന്നൊരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനൊന്നും അല്ല. തിരുവനന്തപുരത്തുള്ളവർ ഒരു കാലത്ത് ഡൊമിനേറ്റ് ചെയ്തിരുന്നു. അതിൽ ഭൂരിപക്ഷം ആൾക്കാർ നായരായിരുന്നു. ഇതൊന്നും ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നും അല്ലല്ലോ അക്കാലത്ത് നടക്കുന്നത്. പല കൂട്ടുകെട്ടുകളാണ്, യുവാക്കൾ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളാണ് വലിയ കലാസൃഷ്ടികൾക്ക് ഇത്. അത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ കൊച്ചിയിലും അങ്ങനത്തെ കൂട്ടുകെട്ടുകളുണ്ട്. അവരുടെ മതമൊന്നും ആരും അന്വേഷിക്കാതെ ഇവരെ മാത്രം കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ. ആ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു വലിയ പിന്തുടർച്ചയാണ് മോഹൻലാലിനെതിരെ ആക്രമണം. മറ്റൊരു അഭിപ്രായം ഉയർന്നു വന്നത് അദ്ദേഹം സൈനിക യൂണിഫോമിൽ പോയതിൻ്റെ ഒരു വിമർശനമാണ്. അദ്ദേഹം സൈനിക യൂണിഫോമിൽ അല്ല പോയിരുന്നുവെങ്കിൽ ഇത്രയധികം ആക്രമണം നേരിടേണ്ടി വരുമായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ല. എനിക്ക് തോന്നുന്നത് സൈനിക യൂണിഫോമിലായാലും സൈനിക യൂണിഫോമിലല്ലെങ്കിലും മോഹൻലാലിന് ഈ സൈബർ ആക്രമണം നേരിടേണ്ടി വരും. സൈനിക യൂണിഫോമിൽ പോയതുകൊണ്ട് അത് ആ ഘടകം കൂടി ഈ ആക്രമണത്തിൻ്റെ ഭാഗമായി എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും സൈനിക യൂണിഫോമിലല്ല, സിവിൽ ഡ്രസ്സിലാണ് മോഹൻലാൽ പോയതുകൊണ്ട് മോഹൻലാലിനെതിരെ ആക്രമണം ഉണ്ടാകാതിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ?
മോഹൻലാൽ ആണെങ്കിൽ ആക്രമണം ഉണ്ടായിരിക്കും. ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ ആക്രമണമാകാം എന്ന് ഒരു ധ്വനിയുണ്ട്. അല്ല, ആകാമെന്നല്ല, ഒരു നമുക്കൊരു മനസ്സിലാക്കാം. ആരാണ് അല്ല അവിടെ ഒന്ന് നിൽക്കേ. സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് സമാനമാണോ? ഇവിടെ രമേശ് ചെന്നിത്തലയെ ചീത്ത വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയനെ ചീത്ത വിളിക്കുന്നുണ്ട്, ഇങ്ങനെ പല നേതാക്കന്മാർ ആൾക്കാർ എതിർക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്. പക്ഷെ ആ ഒരു ലെവലിലുള്ള ആക്രമണമാണോ സുരേഷ് ഗോപിക്കെതിരെ തുടക്കം മുതലുണ്ടായിട്ടുള്ളത്? ഇല്ല, അതല്ല. അയാളെ പൂർണ്ണമായിട്ട് അങ്ങേര് ഒരു വളരെ മോശം വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം ഉണ്ടായിരുന്നു. പുള്ളി പിന്നെ അതിനെതിരെ പ്രതികരിക്കും. പുള്ളിയുടെ ആ പ്രതികരണം വീണ്ടും എടുത്ത് അതിനെ ഉപയോഗിച്ച് വീണ്ടും ആക്രമണം ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഈ മനുഷ്യൻ അതുപോലും ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു ചെറുചിരിയോടെ എല്ലാത്തിനെയും നേരിടുന്ന ആളാണ്. എന്നിട്ടും അങ്ങേരെ വെറുതെ വിടുന്നില്ല. കുമാർ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ വളരെ നിഷ്കളങ്കമായി സംഭവിക്കുന്ന സൈബർ വെട്ടുക്കിളി ആക്രമണമാണ്? വളരെ ഓർഗനൈസ്ഡ് ആ കുമാറെ. അല്ല, എന്തായാലും ഇവർക്ക് ഈ ആക്രമണം നടത്തുന്നവർക്ക് ഈ സൈന്യത്തെ കൂടി, അല്ലെങ്കിൽ സൈന്യവും ഇവരുടെ മറുഭാഗത്താണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ യൂണിഫോമിൽ എത്തിയത് അവരെ കൂടുതൽ ആയിരിക്കും. സൈന്യത്തെ നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല. അത് ഈ പറയുന്ന പോലെ സൈനിക വിമാനത്തെ ചിലപ്പോൾ അങ്ങ് കയറ്റി ഡൽഹിക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് സൈന്യത്തെ പറയാൻ ധൈര്യമില്ല. എന്നിട്ടും ഇന്ന് ആരോ എഴുതിയിരിക്കുന്നുണ്ട്, സൈന്യം മടിച്ചു നിൽക്കുന്നു പലയിടത്തും എന്നൊക്കെ പറയാം. സൈന്യം എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. അവർ ഇപ്പോൾ സായിപ്പന്മാരെ കണ്ടിട്ടില്ലേ? അവരേറ്റവും സാഹസികമായ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവരതിൻ്റെ റൂൾ ബുക്ക് നോക്കി മാത്രം അത് ചെയ്യുക. അതിന് വേണ്ട എല്ലാ പ്രിക്കോഷൻസ് എടുത്ത് പറ്റുന്നിടത്ത് മാത്രം അവർ, പക്ഷേ എല്ലാ പ്രിക്കോഷനും എടുത്ത ശേഷമാണ് അതിസാഹസികമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക. അല്ല, എടുത്തിയാടുകയല്ല. അപ്പോൾ അവരതിൻ്റേതായ രീതിയിൽ അത് ചെയ്യും. അത് പോരാന്നാണ് പറയുന്നത്. അപ്പോൾ സൈന്യത്തെയും വിടുന്നില്ല. പക്ഷേ സൈന്യത്തെ ഒരു പരിധിക്കപ്പുറത്തോട്ട് സൈന്യത്തെ പറയാൻ പേടിയുണ്ട്. ആ പേടിയും കൂടെ, ആ ഒരു വിഷമം കൂടെ തീർക്കുന്നത് സൈനിക വേഷം ഇട്ട് വന്ന മോഹൻലാലിൻ്റെ തലയിലാണെന്നേ ഉള്ളൂ. ഇത് മോഹൻലാലിനോട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൃത്യമായ അജണ്ടയുണ്ട് സംഘികൾക്കെതിരെ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, അവിടെ എല്ലാ സന്നദ്ധ പ്രവർത്തകരും ഉണ്ട്. നിങ്ങൾ സേവാഭാരതിയെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. സേവാഭാരതിക്കാരാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന് നമുക്കല്ലാതെ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കൊടുക്കാവുന്ന രീതിയിൽ അത് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ഫ്രെയിമിൽ നിന്ന് സേവാഭാരതിയെ ഒഴിവാക്കുന്നുണ്ട്. മനഃപൂർവ്വമാണെന്ന് ഞാൻ ആരോപിക്കുന്നില്ല, പക്ഷെ ആണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇന്നുമുതൽ പല മാധ്യമങ്ങളും ഈ രക്ഷാപ്രവർത്തന രംഗത്തുള്ള പല സംഘടനകളെയും പേരെടുത്ത് തന്നെ അവർ ബൈറ്റ് എടുക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ സേവാഭാരതിയെ ഇതുവരെ അവർ ഒഴിവാക്കുകയാണ്. അവിടെ ക്രിമേഷൻ നടത്തുന്ന സേവാഭാരതിയാണ്. എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഓടിച്ചെന്ന് മരിച്ച ഒരു ആള്, അയാൾ പോലും സംഘപരിവാർ പ്രവർത്തകനായിരുന്നു എന്ന് ഒരു വാർത്ത കണ്ടു. ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ പറയുന്ന ആൾക്കാരെ കൃത്യമായി ഒഴിവാക്കാൻ, ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിനിടയിൽ വേറൊരു കാര്യം കൂടെ ഞാൻ കുമാറിനോട് പറയാം. കുമാർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് ചില സ്ത്രീകൾ മുമ്പോട്ട് വന്നു. ഒരു വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഇത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു കുടുംബം മൊത്തം ഒലിച്ചു പോയതാണ്. അപ്പം ഞാൻ 2018 ഒരു സർവൈവറാണ്. പ്രളയത്തിൽ പെട്ടിട്ട് എനിക്കത് മനസ്സിലാവും ആ ട്രോമ. അപ്പം പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒക്കെ ഉള്ളവരാണ് പറയുന്നത്, ഞങ്ങൾ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാമെന്ന്. അത് ഈ ഒരു ട്രോമ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരത് പറയുമ്പോൾ അവരെ അങ്ങേയറ്റം മോശമായിട്ട്, എങ്ങനെ ഇതൊക്കെ മനുഷ്യനായിട്ട് ഒരമ്മയ്ക്ക് ജനിച്ച ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനത്തെ കമൻസ് ഇടാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. ആ കമൻറ്റുകൾ നമുക്ക് പറയാനും പറ്റില്ല. അത്തരം വൃത്തികെട്ട കമൻസ് ഇട്ടവർ ഉടനെ ഇവൻ സംഖ്യയാണ്, അവന് ചാപ്പ കുത്തുകയാണ്. ഇവൻ സംഖ്യ ആയതുകൊണ്ടാണ് ഇവൻ ഇത് പറയുന്നത്. വേറെ ഒരുത്തൻ ഒരു ക്രിസ്ത്യൻ പേരാണ്, ഇവൻ ക്രിസംഖ്യയാണ്. ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട, എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരും ഇതുപോലെയുള്ള വൃത്തികെട്ട കമൻസ് ഇട്ടവരുണ്ട്. അത് പലരെയും പിന്നീട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു സാമൂഹ്യ വിരുദ്ധൻ ഒരു വൃത്തികെട്ട കമൻ്റ് ഇട്ടു എന്ന നിലയിൽ വേണം സമൂഹം അവനെ കൈകാര്യം ചെയ്യാൻ.
അവനെ ഉടനെ സംഘിച്ചാപ്പ കുത്തുന്നത് എന്തിനാണ്? ഉടനെ മറുവശത്തു നിന്ന് തീർച്ചയായിട്ടും വരും, ഇവൻ SDPI ആണ്, അല്ലെ ഇവൻ കോൺഗ്രസ് ആണ്, ഇവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയും. ഈ കേരളത്തിലല്ലാതെ ഇങ്ങനെ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയ ചാപ്പ ആൾക്കാരുടെ മുകളിൽ കുത്താൻ നമുക്കല്ലാതെ വേറെ ആർക്കാ കഴിയുക? ഇതാണ് പ്രബുദ്ധ മലയാളി. ആദ്യം ഇങ്ങനെ ഇതുപോലൊരു ഒരു ലേഡി ഒരു കുഞ്ഞുങ്ങൾക്ക്, അനാഥ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാന്ന് പറയുമ്പോൾ ആ ഏത് പ്രായത്തിലുള്ള ആളായാലും അവരെ അമ്മയ്ക്ക് സമാനമായിട്ട് കാണണം. ആ ആൾക്കാരെയാണ് ഇതുപോലെ വൃത്തികേട് പറയുന്നവനെ രാഷ്ട്രീയ ചാപ്പ കുത്തുന്നവൻ അതിലും വൃത്തികെട്ടവനാന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഈ ദുരന്ത മുഖത്ത് മോഹൻലാലിന്റെ അദ്ദേഹത്തിന്റെ സ്വന്തം ബറ്റാലിയൻ അവിടെ കർമ്മനിരതരാണ്. ആ സമയത്ത് ഇദ്ദേഹം യൂണിഫോമിൽ പോകേണ്ടതാണോ? ഔപചാരികമായി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഓണററി ലെഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തിരിക്കുന്നത്. അതായത് ജനങ്ങൾക്കിടയിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വർദ്ധിപ്പിക്കുക എന്നുണ്ട്, ആത്മവിശ്വാസം കൊടുക്കുക എന്നുണ്ട്. ഇപ്പോൾ എന്തിനാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. 1962 യുദ്ധം ആദ്യത്തെ യുദ്ധമാണ് ഭാരതം നേരിട്ട്. അതിനുശേഷം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങൾ, ഈ ദുരന്ത മുഖങ്ങളിലേക്ക് എല്ലാം തന്നെ അന്നത്തെ സിനിമാ നടന്മാരൊക്കെ പോയിട്ടുണ്ട്, സർക്കാർ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അവരെ. എന്തിനാണ് ഈ കൊണ്ടുപോകുന്നത്? പീഡിതരായിട്ടുള്ള ജനങ്ങൾക്ക്, അതേപോലെ തന്നെ അവിടെ യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാനാണ്. ഒരു ദുരന്തമുഖത്ത് കാണുന്ന കാഴ്ചകളെല്ലാം മനസ്സിനെ എന്താ പറയുക, ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ്. അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു എലിവേഷൻ ഉണ്ടാവണ്ടേ, അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണ്ടേ. സമൂഹം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ട്. മോഹൻലാൽ എന്നൊരു വ്യക്തിയല്ല. മോഹൻലാൽ അവിടെ ചെല്ലുമ്പോൾ ആ മോഹൻലാലിൽ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും സിനിമാ ലോകവും സെലിബ്രിറ്റീസും എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കൂടെ എന്ന് ഒരു ഫീലിംഗ് ജനങ്ങൾക്കും ഈ പ്രവർത്തനം നടത്തുന്ന ടെറിട്ടോറിയൽ ആർമി ആയാലും സന്നദ്ധ സംഘടനകൾക്കായാലും അവർക്കത് കിട്ടുന്നുണ്ട്. മോഹൻലാൽ പറയില്ലായിരിക്കും, പക്ഷെ മോഹൻലാലിന് കൃത്യമായ ഒരു നിർദ്ദേശമോ ഗൈഡ് ലൈനോ കിട്ടാതെ അദ്ദേഹം യൂണിഫോം ഇട്ട് പോയി എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം യൂണിഫോം ഇട്ട് പോയതിൻ്റെ പിന്നിൽ കൃത്യമായ പർപ്പസ് ഉണ്ട്. അത് ഈ വെട്ടുക്കിളികൾക്കറിയില്ല, പക്ഷെ അത് കൃത്യമായ പർപ്പസാണ്. അത് അതിർത്തി പ്രദേശത്ത് ജോലി ചെയ്തവർക്കറിയാം. അതിർത്തിയിൽ ഇതുപോലെയുള്ള VIP സന്ദർശനങ്ങൾ വരുന്നത് തന്നെ ആ ആൾക്കാർക്ക് ആത്മവിശ്വാസം കൊടുക്കാനാണ്. ഇതൊക്കെ ആരോട് പറയാൻ? ഈ പറയുമ്പോൾ ഈ വെട്ടുകിളി ആക്രമണം ഉണ്ടാകുമ്പോഴും മോഹൻലാലിൽ കേരളത്തിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ അവരും ഒരു പരിധിവരെ നിശബ്ദരാണ്. അതൊരു പക്ഷേ അതാണോ വേണ്ടിയിരുന്നത്? ഞാൻ വിചാരിക്കുന്ന അവർക്ക് വിവരമുള്ളത് കൊണ്ടാണ്. കാരണം കേരളത്തിൽ ഈ സമയത്ത് അവർക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത ആൾക്കാരൊന്നുമല്ല. അതെ, അതിപ്പോൾ ഈ ഫാൻ ബേസ് ഉള്ള ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നവരെല്ലാം വളരെ അഗ്രസീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഒരുപക്ഷെ അവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും ഈ സമയത്തൊന്നും തിരിച്ചു പറയരുത് എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള വിവരം ഉണ്ടെന്നുണ്ട്. ഈ ഒരു ദുരന്ത മുഖത്ത് മോഹൻലാലിന് വേണ്ടി മോഹൻലാലിനെ ചീത്ത വിളിച്ചു എന്നും പറഞ്ഞ് തിരിച്ച് ചീത്ത വിളിക്കുന്നത് ശരിയല്ല, അതിനുള്ള സമയം ഇതല്ല എന്നുള്ള ഒരു ബോധ്യം അവർക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ടായിരിക്കും. അല്ല മോഹൻലാലിന് തിരിച്ചടിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടോ ഫാൻസ് അസോസിയേഷന് തിരിച്ചു പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടോ അല്ല. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട സമയമല്ലല്ലോ ഇത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമല്ലേ? അതെ. ഈ മതം നോക്കി ഇപ്പം സിനിമ ആസ്വാദകരുടെ ഇടയിലും സിനിമാ പ്രവർത്തകരുടെ ഇടയിലും മതം നോക്കി അഭിപ്രായം പറയുക, പ്രവർത്തിക്കുക, ആ ഒരു പ്രവണത കൂടി വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയല്ലേ? കൂടി വരുന്നു എന്നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രവണത മലയാളത്തിൽ ഇല്ലായിരുന്നല്ലോ. അതെ, നമ്മൾ പ്രേം നസീറിനെയും ഉമ്മറിനെയും ശങ്കരാടിയെയും ബഹദൂറിനെയും ഒക്കെ ഇഷ്ടപ്പെട്ട അവരുടെ മതം നോക്കിയാണോ? അവർക്കും മതമില്ലായിരുന്നേ. അതെ, പ്രേം നസീർ നമുക്കെല്ലാവർക്കും അറിയാം, ശാർക്കര ദേവീക്ഷേത്രത്തിൽ ആനയെ നടക്കി വെച്ച ആളാണ്. അദ്ദേഹം ചെന്നൈയിലുള്ളപ്പോൾ അദ്ദേഹം അവിടെ ഒരു ചൊവ്വാഴ്ചയാണെന്ന് തോന്നുന്നു, അദ്ദേഹം എല്ലാ ചൊവ്വാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുമായിരുന്നു. അദ്ദേഹത്തെ കണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും നിവേദനമൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ സഹായമൊക്കെ ചോദിക്കുന്നവർ ക്ഷേത്രത്തിന് പുറത്ത് നിൽക്കുവാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ സെക്യുലറായ ഒരു ഫീൽഡായിരുന്നു അത്. അവിടെ ഇപ്പോഴാണ് മതം നോക്കി ആൾക്കാരെ തിരിച്ചറിയാനും ഓരോരുത്തരുടെ അവരുടെ കലാവൈഭവം നോക്കിയായിരുന്നു തിരിച്ച്. കേരളത്തിൽ അങ്ങനെ തന്നെയായിരുന്നു, അതിനകത്ത് ഒരു സംശയവും ഇല്ല. ഇതൊക്കെ മാറിയിട്ടിപ്പം
കുറച്ച് ദശാബ്ദങ്ങളെ ആയിട്ടുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. നമുക്കിപ്പോൾ അതിലേക്ക് പോകേണ്ട സമയമല്ല. എന്തായാലും ഒരു ദുരന്തമുഖത്താണ് കേരളം നിൽക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം, അതായത് ദുരിതബാധിതരോടൊപ്പം നിൽക്കുക, അത് നിഴലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകളെയും നിഴലിച്ച് കാണാൻ പറ്റിയ ഒരു സമയമായി ഇത് മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരം. നമസ്കാരം. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.